വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. ഇതിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ ഫ്രീ പാലസ്തീൻ പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പ്രധാനമായിട്ടും ഈ പ്രതിഷേധം അവിടെ ഉണ്ടായത് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസഗോവ് ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് പ്രതിഷേധം അവിടെ തുടങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ അവസാനം പോലീസും ഈ ഫ്രീ പാലസ്തീൻ പ്രതിഷേധകരും തമ്മിൽ അവസാനം കയ്യാങ്കളിയിലേക്കാണ് അത് വഴിയൊരുക്കിയത്. അപ്പം ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓസ്ട്രേലിയയിൽ ഇപ്പോഴും ഈ ഹെർസഗോവിനെ ശരിക്കും അയാളെ വധിക്കണമെന്ന് വരെയാണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇപ്പം യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ ഹമാസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഈ ഫ്രീ പാലസ്തീൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വികാരം ഓസ്ട്രേലിയ വരെ ആളി കത്തുന്നുണ്ട്. ശരിക്കും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അത് പുറത്തു വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയ ഇപ്പം അതിൻ്റെ ചൂട് ശക്തമായ രീതിയിൽ തിരിച്ചറിയാണ്. ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു മൂവ്മെൻറ്റ് എത്രമാത്രം ആ രാജ്യത്തിനുള്ളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങിയ റാലിയാണ്. ഫെബ്രുവരി 1-ാം തീയതി മുതലേ ഈ പ്രതിഷേധം ഓസ്ട്രേലിയയിൽ ആഞ്ഞടിക്കുകയാണ്. ഇത് സൗത്ത് ഇംഗ്ലീഷ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജാണ്. കോളേജുകളാണ് പ്രധാനമായിട്ടും ഈ ഫ്രീ പാലസ്തീൻ പ്രതിഷേധകർ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ഥലം. ഈ നിസ്കാരം എന്നുള്ളത് ഇവരുടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ ഏത് തരത്തിൽ മിസ്യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഓസ്ട്രേലിയയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് റോഡിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ പോലീസ് തൂക്കിയെടുത്ത് മാറ്റിക്കളയുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. my God! What are you doing? Stop! 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 Listen to him. നമ്മൾ ബംഗ്ലാദേശിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബംഗ്ലാദേശ് ഇലക്ഷനിൽ ശരിക്കും 350 സീറ്റുകളായിരുന്നു. അതിൽ 216 സീറ്റ് BNP എന്ന് പറഞ്ഞ പാർട്ടി, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്ന ഈ കാലിദാസിയ, ഒരു മാസത്തിന് മുമ്പ് മരണപ്പെട്ട കാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാൻ, പുള്ളിക്കാരൻ UK നിന്നും ഈ ഇലക്ഷന് വേണ്ടി മാത്രം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ എന്തായാലും വന്നു, വിജയിച്ചു, അതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ ഈ ഇലക്ഷനിൽ 76 സീറ്റ് ജമാഅത്ത് ഇസ്ലാമി നേടിയിട്ടുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി നേടുന്ന ഏറ്റവും വലിയ നമ്പറാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരുപാട് ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അവർ മത്സരിച്ച ഇലക്ഷനിൽ വെച്ചിട്ട് അവർ ഏറ്റവും കൂടുതൽ നമ്പറാണ് ഇത്തവണ നേടിയിരിക്കുന്നത് സീറ്റ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കള്ളവോട്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച 7 പേര് വിജയിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനെ ഞാൻ നോക്കിക്കാണുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി പതിപ്പിച്ച കള്ളവോട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ കള്ളവോട്ട് BNP ഇട്ടിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇത്രയും അവയർനെസ് ഉണ്ട്. അപ്പോൾ അവർ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആ മതസംഘടനയെ കൂടുതൽ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ BNPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. 2 സൈഡിലും കരുതാം.
ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്, അത്രയേ ഉള്ളൂ. അപ്പം അതിൽ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ജനങ്ങൾ ബോധപൂർവമാണ് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചതെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. ആ ഒരു വിഷയം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും ഗ്രീറ്റിംഗ്സ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള നിലപാടൊക്കെ ഇതിനു മുമ്പ് തന്നെ ഈ താരിഖ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയെ തിരികെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം കൂടി റെഡിയാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കള്ളവോട്ട് ഇത്രയും ഇട്ടിട്ടും 76 സീറ്റ് മാത്രമേ ജമാഅത്ത് ഇസ്ലാമിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അതാണ് പരിതാപകരമായിട്ടുള്ളൊരു കാര്യം. എക്സ്പെക്ടിങ് ബെറ്റർ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബംഗ്ലാദേശിന് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യക്കും അത് തന്നെയാണ് ഉള്ളത്. ഇന്നലെ അമേരിക്കൻ സെക്രട്ടറി കാറ്റഗറിയിലുള്ള ഒരു വ്യക്തി വെനിസ്വേലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വെനിസ്വേലയിൽ പോയിട്ട് അവിടുത്തെ എണ്ണ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കരാറുകളും ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. അപ്പോൾ അതിനെ തുടർന്ന് ട്രംപ് ഇന്നൊരു ട്വീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്വീറ്റൊന്നുമില്ല. ഈ ട്വീറ്റ് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഈ ട്വീറ്റിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റോഡ്രിഗസ് അവർ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്, വളരെ വളരെ മിടുക്കിയാണ്, നല്ലതാണ് ചെയ്യുന്നത്. അതുപോലെ ഓയിൽ ഫ്ലോ നല്ല രീതിയിൽ ഇനി വെനിസ്വേലയുടെ ഓയിൽ ഫ്ലോ ലോകമെമ്പാടും ഒഴുകാൻ പോവുകയാണ്. വെനിസ്വേല ഡെഫിനറ്റ്ലി എക്കണോമിക്കലി ഒരു വെൽനെസ്സിലോട്ട് സഞ്ചരിക്കുകയാണ്. അതിനെ തുടർന്ന് വെനിസ്വേലയുടെ മേലുള്ള സാങ്ഷൻസ് എല്ലാം ഞങ്ങൾ എടുത്തു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. മാർക്കോ റൂബിയോയും ടീമും ചെയ്തത് വളരെ മഹത്തരമായ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് വെനിസ്വേലയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്വീറ്റായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പോസ്റ്റ് ചെയ്തത്. നല്ല ട്വീറ്റാണ്. അപ്പോൾ ഇതിൽ ഈ നിക്കോളാസ് മദുറാവോ അതേപോലെ മദുറാവോൻ്റെ വൈഫ് ഇവരെ രണ്ടുപേരും ഇപ്പോൾ എന്താണ്, എവിടെയാണ്, എന്താണ് അവരുടെ അവസ്ഥ, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. വെനിസ്വേലയ്ക്കും അത് അറിയാൻ യാതൊരു താല്പര്യമില്ല. വെനിസ്വേലയ്ക്ക് ഇപ്പം ഈ രണ്ടുപേരെ പണയപ്പെടുത്തിയെങ്കിലും അവരുടെ രാജ്യം പുരോഗതിയിലോട്ട് പോയാൽ മതി എന്നുള്ള താല്പര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും ട്രംപിൻ്റെ കീഴിൽ, ട്രംപിൻ്റെ നിയന്ത്രണത്തിലാണ് വെനിസ്വേല പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ 2 തവണയൊക്കെ ഈ നിക്കോളാസ് മദുറാവോനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഡെൽസി റോഡ്രിഗസ്, നിലവിലെ വെനിസ്വേലയുടെ പ്രസിഡന്റ്, അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഇറക്കും. അമേരിക്ക നിക്കോളാസ് മദുറാവോനെയും അവരുടെ ഭാര്യയും റിലീസ് ചെയ്യണം എന്നുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം അവർ നടത്തും. പക്ഷെ എന്നാൽ അമേരിക്കയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വെനിസ്വേലയിൽ നിന്ന് എന്താണ് വേണ്ടത് അത് ആ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്ത് നേടിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരാൾക്ക് ഇച്ചിരി പണി കിട്ടി. അതാണ് മരിയ കൊരീന മക്കാഡോ. അപ്പം ഈ മക്കാഡോ ശരിക്കും അവർക്ക് ഈ പ്രസിഡന്റ് സ്ഥാനത്തോട് വല്ലാത്ത മോഹമുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് അവർ അവരുടെ നൊബേൽ സമ്മാനം വരെ വൈറ്റ് ഹൗസിലേക്ക് നടന്നു ചെന്ന് ട്രംപിന് സമ്മാനിച്ചു. പൈസ കൊടുത്തു എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ സമ്മാനത്തിൻ്റെ കോപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ട്രംപ് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനെതിരെ നോർവേയിലുള്ള നൊബേൽ സമ്മാന കമ്മിറ്റിയും പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും വെനിസ്വേലയുടെ പൊളിറ്റിക്കൽ വിങ്ങിൽ ഒരു അഴിച്ചുപണിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഇലക്ഷൻ നടത്താനോ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തയ്യാറായില്ല. ഇതിൽ അവർക്ക് നല്ല രീതിയിലുള്ള നിരാശയുണ്ട്. നൊബേൽ സമ്മാനവും ഞാൻ ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും എനിക്ക് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല എന്നുള്ളൊരു നഷ്ടബോധം അവർക്കുണ്ട്, മരിയ കൊരീന മക്കാഡോയ്ക്ക്. ഇപ്പോൾ മക്കാഡോ ഇനി കുറച്ചുനാൾ അവിടെ സൈഡ് ലൈനിൽ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ട്രംപിൻ്റെ തീരുമാനം. കാരണം പുള്ളി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡെൽസി റോഡ്രിഗസ് എക്സലൻറ്റ്, അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു, സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ട്രംപിനോട് ഒരു ചോദ്യം, സാർ നിങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ ഫേക്ക് നെറേറ്റീവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ചില ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചില പരിപാടികളാണ്. ഇത്തരത്തിലുള്ള ഫേക്ക് നെറേറ്റീവ്സിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നാണ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ഈ വിഷയങ്ങൾ, ഈ ക്ലൈമറ്റ് ചേഞ്ച് വിഷയങ്ങൾ പറഞ്ഞൊന്നും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. USS ജെറാൾഡ് എന്ന് പറഞ്ഞൊരു വാർഷിപ്പ്, അതാണ് എക്സാക്ട്ലി ഇസ്രായേലിൻ്റെ സൈഡിലേക്ക് വരുന്നത്. USS ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന ആ ഷിപ്പ് ഇസ്രായേലിൻ്റെ തീരത്തേക്ക് പോവില്ല. ആ ഷിപ്പ് മറിച്ച് ഇറാൻ്റെ തീരത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ചെറിയ ചേഞ്ച്. അടുത്ത ചോദ്യം ട്രംപിൻ്റെ അടുത്ത് പോവാണ്, സാർ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഇറാൻ്റെ മേലിൽ ആക്രമണം നടത്തുമോ, അതിലെന്താണ് തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് 1 month ടൈം, വിതിൻ 1 monthനകത്ത് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിതിൻ 1 month എന്ന് പറയുന്നത് ഒരു വലിയ ഗ്യാപ്പാണ്, ലോങ് ഡ്യൂറേഷനാണ്. Traumatic for Iran if they don't make a deal. Look, if they don't make a deal, then it'll be a different story. But we had a very good meeting yesterday with Bibi Netanyahu, and he understands. But it's ultimately up to me. If the deal isn't a very fair deal and a very good deal with Iran, then it's going to be, I think, a very difficult time for them in the back. I guess over the next month,
something like that. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലൂവും കൊടുക്കണ്ട എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ തീരുമാനം. പക്ഷേ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ വേറെ ഒന്നുമില്ല. ട്രംപ് ബിബി ഈസ് മൈ ഫ്രണ്ട്, ബിബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്നിട്ടും ഞാൻ പേഴ്സണലി ഒരു കത്ത് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസഗോവിന് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള റെസ്പോൺസും എനിക്ക് കിട്ടിയില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഒരു പ്രൈം മിനിസ്റ്റർ ഇസ്രായേലിന് ഒരിക്കലും കിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഫേക്ക് കേസുകളൊക്കെ ഇട്ട് പ്രൈം മിനിസ്റ്ററെ ഇങ്ങനെ നിരന്തരം കോടതിയിലേക്ക് വിളിച്ചു വരുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് ഈ കേസുകളൊക്കെ ഒഴിവാക്കണം, പേർഡൻ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കത്ത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അതിനെ ഗൗരവത്തിലെടുത്ത് ആ പറഞ്ഞ തീരുമാനം നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു പ്രതിഷേധം ട്രംപ് അവിടെ രേഖപ്പെടുത്തി. പക്ഷെ അതിന് ഹെർസഗോവ് ഇന്ന് രാവിലെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് റെസ്പോൺസും കൊടുത്തു കഴിഞ്ഞു. അതിന് റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് പ്രസിഡന്റ് ട്രംപ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളൊരു കത്ത് എഴുതി അയച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. ആ പ്രൊസീഡിങ്സിലൂടെ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് പൊതുമാപ്പ്, കോടതിയിൽ നിലവിൽ നിൽക്കുന്ന കേസിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പൊതുമാപ്പ് കൊടുത്ത് പുറത്തു വിടുന്നത് അത്ര ശരിയായ നടപടിയല്ല, ഒന്നാമത്. രണ്ടാമത്, ഞാൻ ഈ കത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇസ്രായേൽ രാജ്യത്തിന് ഉള്ളിലുള്ള ഭരണകർത്താക്കൾക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ആൾക്കാർക്ക് ആ കത്ത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്നുള്ള മറുപടികളെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പ്രസിഡന്റ് ഐസക് ഹെർസഗോവിൻ്റെ മറുപടി. വളരെ സെൻസിബിൾ ആയിട്ടുള്ള കോമൺ സെൻസ് ഉള്ള മറുപടിയാണ്, ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പോൾ എന്തായാലും അതിനെ തുടർന്ന് നെതന്യാഹു ട്രംപിനെ മീറ്റ് ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ, അതുപോലെ എൻറിച്ച്ഡ് യുറേനിയം പ്ലസ് ബാലിസ്റ്റിക് മിസൈൽസ്, ഈ രണ്ട് വിഷയങ്ങളിലാണ് ഇസ്രായേലിൻ്റെ എയിം. അത് നിർവീര്യമാക്കണം എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ച തീരുമാനം എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും 1 month ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ വിതിൻ ദാറ്റ് 1 month എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ 1 month സിറിയ ഗോലൻ ഹൈറ്റ്സിലേക്ക് വന്ന് ആക്രമണം നടത്താതിരിക്കാൻ ഇസ്രായേൽ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇറാനേക്കാളും വലിയ ഭീഷണി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയുടെ സൈഡിൽ നിന്നും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ സിറിയയിൽ കൃത്യമായിട്ട് ഇസ്രായേലിനെ കൈയൊഴിഞ്ഞ് അമേരിക്ക അൽത്തനഫ് എന്ന് പറഞ്ഞ ബേസ് ഒഴിവാക്കി പോയിരിക്കുകയാണ്. ഈ ആണവായുധവും ഇതേപോലെ ബാലിസ്റ്റിക് മിസൈലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഡീലൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ ഇറാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരെ ഞങ്ങൾ തട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാരുടെ പേരും വിവരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാറി മാറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കളിക്കുകയാണ്. ഇറ്റലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, വളരെ നല്ല തീരുമാനം. ഇറ്റലി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇറ്റാലിയൻ കടൽ തീരത്തേക്ക് വന്ന് അടുക്കുന്ന റെഫ്യൂജി ബോട്ടുകളെ ഇറ്റലി അതേപടി അങ്ങ് തിരിച്ചയക്കും. ഒറ്റൊരുത്തിന് എൻ്റെ നാട്ടിനുള്ളിൽ ഇറങ്ങി പോരുത്, കാല് കുത്തി പോരുതെന്നാണ് ജോർജിയ മെലോണി പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല തീരുമാനമാണ്. കാരണം ഈ വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഈ റെഫ്യൂജികളെ കൊണ്ടാണ്. യുവമാരാണ് ഈ പടക്കം മൊത്തം റോട്ടിലിട്ട് പൊട്ടിച്ചത്. അതും പോലീസിൻ്റെ നെഞ്ചത്ത് തന്നെ പടക്കം പൊട്ടിക്കുകയാണ്, ബാണം വിടുകയാണ്. അതാണ് ഇവർ ചെയ്തത്. അപ്പം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ സഹിക്കാൻ ഇറ്റലി ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് നിങ്ങളിനി കടക്ക് പുറത്ത്, അതാണ് ഇപ്പം ഇറ്റലിയുടെ ഏർപ്പാട്. ഇറ്റലി പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാലം ഉത്തരത്ത് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. അതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ വേറൊരു രാജ്യം സ്പെയിൻ, അവരാണ് ഇപ്പം ഇറ്റലിയിൽ നിന്ന് പോകുന്ന എല്ലാ റെഫ്യൂജികളും നേരെ പോകുന്നത് സ്പെയിനിലോട്ടാണ്. അടുത്ത കടൽ തീരം സ്പെയിനിലേക്ക് പോയി ഇറങ്ങാണ്. സ്പെയിനിൽ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. സ്പെയിനിൽ ശരിക്കും പറഞ്ഞാൽ റെഫ്യൂജികളെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് കേൾക്കുന്നത്. ഏത് സ്ട്രീറ്റിൽ ചെന്നാലും അടിയും ബഹളവും വഴക്കും ഇതൊക്കെ തന്നെയാണ് സ്പെയിനിലെ അവസ്ഥ. സ്പെയിൻ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ റെഫ്യൂജികളുടെ വരവ് റെസ്ട്രിക്ട് ചെയ്യാൻ സ്പെയിനിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സ്പെയിന് ഏത് അവസ്ഥയിലായിത്തീരും എന്നുള്ളത് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാകിസ്ഥാനെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചിട്ട് കുറേ കാലമായല്ലോ. ഇമ്രാൻഖാനിന് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇപ്പം തീരെ കാണാൻ വയ്യ, ബ്ലറായിട്ടാണ് കാണുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം ഇനി കത്തിപ്പടർന്നു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്രാൻഖാൻ്റെ അനുയായികൾ, തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയിൽപ്പെട്ട വ്യക്തികൾ ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി പ്രതിഷേധവുമായിട്ട് പുറത്തിറങ്ങും. ഈ വാർത്ത ഇപ്പം പാകിസ്ഥാനിൽ ഹോട്ട് ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇമ്രാൻഖാൻ്റെ ഹെൽത്ത്, പ്രത്യേകിച്ച് വിഷൻ. ഒരു ജയിലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഡോക്ടർ ഉണ്ടാവണം, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുപോകണം, ഡോക്ടർ കൺസൾട്ടേഷൻ കൊടുക്കണം, പീരിയോഡിക് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. ഇതൊക്കെ ഇമ്രാൻഖാന് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു വാദം കൂടിയുണ്ട് ഈ പാർട്ടി ഇമ്രാൻഖാൻ്റെ അനുയായികൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരികൾക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തോതിൽ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏത് അവസ്ഥയിലായിത്തീരും എന്നുള്ളത് അറിയില്ല. മണിപ്പൂരിൽ വീണ്ടും ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർക്കെതിരെ ലോക്കൽസ് കല്ലേറ്, ബോംബേർ ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
đó gì nào cũng dễ làm này làm nào cũng lo không cho ना मैं यहाँ पे एक ऑफिसर या दूसरी ऑफिसर को ढूंढने के लिए नहीं आई हूँ। इतना तो पता है ना, आपके पास वायरलेस तो होंगे ना, या फिर मोबाइल फोन चल रहा है, बताओ उनको। क्या आप लोग ये कोशिश कर रहे हैं कि यहीं पे आप लोग बैठेंगे बस तमाशा देखते रहेंगे? Now the Litan Charikom, the Tangkhul has started burning the house again, and here the security force, they are guarding. Hinan thahal ke duvin ki ho che jing lain. Hinan thahal pat kitave lo ho hen. ഇത് പ്രതിഷേധമെന്ന് മാത്രമല്ല, ഇതിനെ ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ രീതിയിൽ മണിപ്പൂർ വീണ്ടും ഒരു സംഘർഷ ഭൂമിയായി മാറുന്നു. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, ഞാൻ റഷ്യയുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണ്. ഗുഡ് ഡീലാണെങ്കിൽ ഞാൻ സൈൻ ചെയ്യും, ബാഡ് ഡീലാണെങ്കിൽ ഞങ്ങൾ സൈൻ ചെയ്യില്ല. ഇതാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സെലൻസ്കിയുടെ മിലിറ്ററി കമാൻഡർ വന്ന് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 35,000 റഷ്യൻ സോൾജേഴ്സിനെയാണ് ഇതുവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് യുദ്ധം തുടങ്ങിയത് മുതലല്ല, ഒരു ഷോർട്ട് പീരീഡിൽ. പിന്നെ പ്രത്യേകിച്ച് ഈ സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്റ്റാർ ലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കട്ട് ഓഫ് ചെയ്തത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആക്രമണം നടത്തി ഞങ്ങളുടെ ഫ്രണ്ട് ലൈൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അത് സഹായകരമായിട്ടുണ്ട് എന്നുള്ള ഒരു വാദം സെലൻസ്കിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്നലെ ഞാനൊരു മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ബ്ലൂ കളർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ബ്ലൂ കളർ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട്, റെസ്പോൺസീവ് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ബ്ലൂ കളറിൻ്റെ ഏരിയ കുറച്ചുകൂടെ വലുതായി വന്നിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് മീൻസ് ആ മേഖലകളിലൊക്കെ ഉക്രൈൻ്റെ സോൾജേഴ്സ് വളരെ പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് കമ്പയർ വിത്ത് യെസ്റ്റർഡേ. അതേസമയം ഈ യെല്ലോ കളർ കാണിച്ചിരിക്കുന്നത് ശരിക്കും റഷ്യയുടെ ഫ്രണ്ട് ലൈനാണ്. അപ്പോൾ ബ്ലൂ കളർ ഉക്രൈൻ്റെ ഫ്രണ്ട് ലൈൻ, യെല്ലോ കളർ റഷ്യയുടെ ഫ്രണ്ട് ലൈൻ. അപ്പം ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് ഉക്രൈൻ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നേറുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം നാളെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാ പ്രൊവിൻസുകളും കയറി പിടിച്ചു കളയുമെന്നുള്ളതല്ല, ചെറിയൊരു മുന്നേറ്റം. അത് ഈ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ ഇന്നലെ സ്റ്റാർ ലിങ്കിനെ അതിരൂക്ഷമായ നിലയിൽ വിമർശിച്ചൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഇറാൻ്റെ ഉള്ളിലേക്കുള്ള ഇടപെടൽ, അതിനെക്കുറിച്ചാണ് വിമർശനം ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും നാൾ വിമർശിക്കാതെ ഇന്നലെ വിമർശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉക്രൈൻ്റെ ഉള്ളിൽ സ്റ്റാർ ലിങ്ക് ഓഫ് ചെയ്തതാണ്. റഷ്യ ഉക്രൈൻ ബോർഡർ ഏരിയയിലുള്ള സ്റ്റാർ ലിങ്ക് കണക്ഷൻസ് മൊത്തം ഓഫ് ചെയ്തതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഫ്രണ്ട് ലൈനിൽ കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഡേറ്റ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ലൈനിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഡേറ്റ വെച്ചിട്ട് ആക്രമണങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ഇവരുടെ ഡ്രോൺ അറ്റാക്സ് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പോരായ്മകളൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാവാം ഉക്രൈൻ്റെ സോൾജേഴ്സിന് ഈ ഫ്രണ്ട് ലൈനിൽ കുറച്ച് എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഫ്രാൻസ് ആണെങ്കിൽ ഉക്രൈൻ്റെ ഉള്ളിൽ നോർവേയുടെ ഫണ്ടിങ് ഹെൽപ്പോടുകൂടി ഫ്രാൻസും നോർവേയും ഒരുമിച്ച് ഉക്രൈൻ്റെ ഉള്ളിൽ ഹാമർ ഗൈഡഡ് ബോംബ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹാമർ ഗൈഡഡ് ബോംബ്സ്, അത് ലോങ് റേഞ്ച് മിസൈൽ, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള മിസൈലും കൂടിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.